സൂര്യത്തെ കഴിഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, എന്തൊരു കങ്കു വന്നുണ്ട്, അത് പൊട്ടി പാളീസായി അങ്ങ് എച്ചിൽ വരുവായി. പക്ഷേ വിജയണ്ണൻ്റെ എല്ലാ പടവും ചെറിയ ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്പർ 1 ഹിറ്റായിട്ടുള്ള അതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ ഉള്ള ഓരോരുത്തരുടെ ചോദിച്ചാലും അണ്ണനെന്ന് പറഞ്ഞേ അവർ തുടങ്ങത്തുള്ളൂ. ഫാൻസിന്റെ കൂടെ കാണുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് കൂടുതലാണ്. അണ്ണ സൂപ്പർ അല്ലേ, സൂപ്പർ പളി, പഴയ ഫീൽ ഇപ്പോഴും അതേപോലെ ഉണ്ട്, ഒരു രക്ഷയില്ല. ഓൾ ഓൺ തളപതിക്ക്. സൂപ്പർ പളി, പഴയ ഫീൽ ഇപ്പോഴും അതേപോലെ ഉണ്ട്, ഒരു രക്ഷയില്ല. ഓൾ ഓൺ തളപതിക്ക്. വിജയ് നല്ല സൂപ്പർ, അടിപൊളിയായിരുന്നു. പക്ഷെ ആദ്യം കാണുന്ന പോലെയാണ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെ വിജയുടെ വർഷം തോറും ഒരു സിനിമ പുതിയതായിട്ട് അഭിനയിക്കണം, റിലീസും ചെയ്യണമായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാൻസിന്റെ കൂടെ കാണുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് കൂടുതലാണ്. നല്ല പടമാണ്, വിജയണ്ണന്റെ ഫാനാണ്, നല്ല പടമാണ്, ഇഷ്ടപ്പെട്ട നല്ല പടമാണ്. പടം അടിപൊളിയാണ് ബ്രോ, വിഷയമാണ്. റേഞ്ച് വേണം ബ്രോ, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി, കിടിലം, ഒരു രക്ഷയില്ല. കിടിലം, ഒരു രക്ഷയില്ല. പറയണ്ട, ഒന്നും പറയണ്ട. കൊള്ളാം, കൊള്ളായിരുന്നു. തളപതി അണ്ണ സൂപ്പർ അല്ലേ, പിന്നെ വീണ്ടും കാണാം. ഇനി ഒരു വർഷം വെച്ചാൽ നമ്മൾ വന്ന് കാണാം. അടിപൊളിയായിട്ട് കൊള്ളാം, നല്ല പടമാണ്, ഇനിയും വന്ന് കാണാം. കുറേ നാളുകൾക്ക് ശേഷം വിജയുടെ ഒരു പടം അടിപൊളിയായിട്ട് കണ്ടിട്ട് ഇനിയുള്ള പടം നമ്മൾ അടിപൊളിയായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഫാൻസ് അസോസിയേഷൻ ആകുമ്പോൾ നമുക്കിപ്പോൾ ലാലേട്ട ഫാൻസ് ഉണ്ട്, സൂര്യ ഫാൻസ് ഉണ്ടാവും. അപ്പം നമുക്കൊരു ഫാൻ ഷോ ആകുമ്പോൾ അറിയാമല്ലോ, ഒരു പുതിയ പടം ഇറങ്ങുമ്പോൾ അത് കാണാനുള്ള ത്രില്ല്. പടം കൊള്ളാമെങ്കിൽ അത് അംഗീകരിക്കും, അതിപ്പോൾ ഏത് നടനെ അഭിനയിച്ചാലും അംഗീകരിക്കും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ദളപതിയുടെ പടങ്ങൾക്ക് ഒരു പടം വരത്തില്ല ബ്രോ. കാരണം കേരളത്തിലെ അമ്മമാർക്കെന്ന് വെച്ചാൽ മകനും ഞങ്ങളെപ്പോലുള്ളവർക്ക് അണ്ണനും ഏതെങ്കിലും പടം തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞാടിയിട്ടുണ്ടോ? പിന്നെ എല്ലാവരും പെങ്ങന്മാർ, ആ ഒരു മൈൻഡാണ് അണ്ണൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ബാക്കി പടം വരും. സൂര്യത്തെ കഴിഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, എന്തൊരു കങ്കു വന്നുണ്ട്, അത് പൊട്ടി പാളീസായി അങ്ങ് എച്ചിൽ വരുവായി. പക്ഷേ വിജയണ്ണൻ്റെ എല്ലാ പടവും ചെറിയ ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്പർ 1 ഹിറ്റായിട്ടുള്ള അതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അതാണ് പറഞ്ഞത്, അണ്ണനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികാരമാണ്. കാരണം നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കാറില്ലേ, നമ്മൾ വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ അണ്ണൻ എന്താണ്, തെറ്റുകണ്ട പ്രതിയായിരിക്കും, ന്യായത്തിൻ്റെ അവിടെ നിൽക്കുകയുള്ളൂ. ഒരിക്കലും അണ്ണൻ അനീതിക്ക് കൂട്ടി നിൽക്കത്തില്ല. അതാണ് നമ്മുടെ അണ്ണൻ വെച്ചാൽ നമ്മുടെ ദൈവം. ആ ദൈവം തെറ്റിനോട് പ്രതികരിക്കുന്നുണ്ട്. അതാണ് നമുക്കും വേണ്ടത്. അതാണ് പറഞ്ഞത്, ഏത് പടം ഇറങ്ങി നമുക്ക് ഇത് കാണും. പക്ഷേ ഇന്നേ വരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു പടം പോലും ഇതുപോലെ റിലീസായിട്ട് തിയേറ്ററിൽ ഇത്രയും ആഘോഷം നിറഞ്ഞാടിയിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് നമ്മൾ അണ്ണൻ്റെ റിവ്യൂസ് എടുക്കാൻ പോകുന്നതല്ലേ, ചേട്ടൻ അറിയാമല്ല ഇങ്ങനത്തെ വൈബ് ഏതെങ്കിലും വന്നിട്ടുണ്ടോ? അതാണ് ചേട്ടൻ ഒന്ന് ആ തിയേറ്ററിനകത്ത് വന്ന് നോക്കണമായിരുന്നു. പയ്യന്മാരുടെ എനർജിയും പയ്യന്മാരുടെ ആ ഒരു ഊർജ്ജവും. കാരണം ദളപതി എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. നമ്മുടെ സ്വന്തം കൂടെ വീട്ടിലുള്ള ഒരു ആളിനെ കണക്കാണ് നമ്മുടെ അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വേറെ ഏത് പടമായാലും ഇന്നേ വരെ അതായത് തിയേറ്ററിൽ ഇങ്ങനെ റിലീസ് വന്നിട്ടില്ല. പക്ഷേ വിജയുടെ പടം മാത്രം ഏത് പഴയ പടം ആയിക്കോട്ടെ, ഒരു റിലീസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പലയിടത്തു നിന്നും പല ആൾക്കാരും വണ്ടിക്കൂലിയും പെട്രോളും എല്ലാം ചിലവാക്കി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ അണ്ണനെ അത്രയും മനസ്സിൽ സ്നേഹിക്കുന്നുണ്ട്. അണ്ണനോടുള്ള ആരാധന, അതായത് നമുക്കൊരു ദൈവം എങ്ങനെയാണോ ആ ഒരു ഇതിലാണ് അണ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വിജയ്, അതാവണം വിജയ്, ഇത്രേ ഉള്ളൂ. ചേട്ടാ പടം അടിപൊളി, വേറെ ഒന്നും പറയാനില്ല, പൊളിച്ചടിക്കും. നമ്മൾ ആഘോഷവും നമ്മൾ മറ്റേ പെരുന്നാളും ഒക്കെ കൂടൂലേ, ആ വൈബാണ് നമ്മൾ സിനിമയ്ക്കൊക്കെ. വിജയുടെ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബാണ് ചേട്ടാ നമ്മൾ നടത്തുന്നത്. വേറെ അങ്ങനെ ഒന്നുമില്ല. വിജയുടെ സിനിമയെന്ന് വെച്ചാൽ നമ്മൾ കട്ട വൈബാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൻ്റെ ആധാരം പണയം വെച്ചിട്ടായാലും നമ്മൾ സിനിമയ്ക്ക് വന്നിരിക്കും. അതാണ് നമ്മൾ അണ്ണനോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവിടെ ഉള്ള ഓരോരുത്തരുടെ ചോദിച്ചാലും അണ്ണനെന്ന് പറഞ്ഞേ അവർ തുടങ്ങത്തുള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. അണ്ണൻ എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ചേട്ടനെ പോലെയാണ് കരുതുന്നത്. വെളുപ്പാൻ രാവിലെ തന്നെ ഇവിടെ ഇത്ര 7 മണിക്കെന്ന് പറഞ്ഞിട്ടും 6 മണിക്കേ വന്നവരുണ്ട്, 5 മണിക്കേ വന്നവരുണ്ട്, ഈ മഴയെ പോലും കണക്കാക്കാത്തവരെ വന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ സ്നേഹം കണ്ടിട്ട് തന്നെ മനസ്സിലാവില്ല അണ്ണൻ്റെ സ്നേഹം എങ്ങനത്തേനെന്ന്. എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പം തന്നെ, ഇവിടെ ഗോട്ടിൻ്റെ ഷൂട്ടിങ്ങിന് വന്നപ്പം തന്നെ കാണാൻ പോയിരുന്നേന്. ദൂരെ ഒന്നും വരെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഒരു ഇത് സിനിമയിൽ പറഞ്ഞു, ജസ്റ്റ് ഒരു നോട്ടം മതി, ആ കൽപ്പ് മതി നമുക്ക്. അതാണ് നമുക്കിഷ്ടം. വരാൻ പോണ സിനിമ ഇതിനേക്കാളും സെറ്റാക്കുമെന്നാണ്. തമിഴ്നാട്ടിൽ അവിടുത്തെ പൊങ്കലായിരിക്കും, ഇവിടെ വേറെ രീതിയിൽ നമ്മൾ പൊങ്കൽ ആഘോഷിക്കും. ആ രീതിക്ക് നമ്മൾ പൊങ്കൽ സെറ്റ് ചെയ്യും ഇവിടെ. സൂപ്പർ പടം, അടിപൊളി പടം. ഞാൻ പണ്ട് മുതലേ വിജയ് ഫാൻസാണ്. ഇപ്പം തിയേറ്റർ വന്ന് കാണാൻ പറ്റിയ സിനിമ ഒന്ന് കാണാൻ പറ്റി, അത് തന്നെ വളരെ ഉപകാരം. തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. നമ്മൾ ഈ സിനിമയ്ക്ക് ഇറങ്ങാൻ നമ്മൾ കൊച്ചുകുട്ടികളായിരുന്നു, സ്കൂൾ 4-ലും 5-ലൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. അപ്പം അന്ന് തിയേറ്ററിൽ പോയി കാണാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറി കിട്ടി. നല്ല രീതിക്ക് എൻജോയ് ചെയ്യാനും പറ്റും. ഒരു FDFS എങ്ങനെയാണ് അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു തിയേറ്റർ അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ ഒന്ന് കാണുന്നത്. മുമ്പൊക്കെ TV കണ്ടിരുന്നു. കൊള്ളാം, നല്ല അനുഭവം.